ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അടിപൊളി ബനാന കേക്ക് തയ്യാറാക്കാം. ഫ്രണ്ട്സ്, ബനാന കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഒരു ഗ്ലാസ് മൈദ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റവ പൊടിച്ചത് അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ആയാലും എടുത്താൽ മതി. നല്ലപോലെ നമുക്ക് അരിച്ചെടുക്കണം. അതിനുശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഞാൻ ഇടുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നല്ലപോലെ നമുക്ക് അരിച്ചെടുക്കണം. 2-3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും. മിക്സി ജാറിലേക്ക് പഴം നുറുക്കിയിട്ടിട്ടുണ്ട്. അതിലേക്ക് അതേ ഗ്ലാസ്സിൽ തന്നെ ഞാൻ 1/4 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. 1 ഗ്ലാസ് പാൽ കൂടി ചേർക്കുന്നുണ്ട്. തിളപ്പിച്ചാറ്റിയ പാലാണ്. സൺഫ്ലവർ ഓയിൽ 1/4 ഗ്ലാസ് ഞാൻ ചേർക്കുന്നുണ്ട്. നല്ലപോലെ നമുക്കിത് അരച്ചെടുക്കണം. മുട്ട ഞാൻ ചേർക്കുന്നില്ല. അതിൽ 1 സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന പൊടിയിലേക്കായി കുറേശ്ശെ നമ്മുടെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാൻ മറക്കരുത്. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കളയണം. കട്ടകളൊന്നും ഇല്ലാതെ വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ബാറ്റർ എന്ന് പറയുന്നത് അധികം ലൂസ് ആകാൻ പാടില്ല, അധികം തിക്കാവാനും പാടില്ല. ഈ ഒരു പരുവത്തിലായിരിക്കണം. അതിനുശേഷം നമ്മളൊരു ദോശത്തവ പഴയതും മറ്റും ഉണ്ടെങ്കിൽ അതൊന്ന് ചൂടാക്കി വെക്കുക. പ്രീഹീറ്റ് ചെയ്ത ശേഷം നമ്മൾ മറ്റൊരു കടായി എടുത്തിട്ട് അതിൽ ലേശം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഇടുന്നത് നല്ലതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിൽ പൗഡർ, കുറച്ച് മൈദ പൗഡർ തന്നെ ഇട്ടിട്ട് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. ഇനി നമ്മുടെ ബാറ്റർ നമുക്ക് കടായിലേക്ക് ഒഴിക്കാം. അതിൽ എയർ ബബിൾസ് കളയുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പാൻ ഒന്ന് ജസ്റ്റ് തട്ടി കൊടുക്കുക. അപ്പോൾ അതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും. അതിനുശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി അല്ലെങ്കിൽ ബദാം ഒക്കെ നുറുക്കിയതുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പ്രീഹീറ്റ് ചെയ്ത തവയുടെ മേലെ നമുക്ക് നമ്മുടെ പാൻ വെച്ച ശേഷം നമുക്ക് മൂടി വയ്ക്കാം. എയർ ടൈറ്റുള്ള മൂടി ആയിരിക്കണം. എയർ ഹോൾ ഞാൻ മൈദപ്പൊടി കൊണ്ട് തന്നെ കുറച്ച് മാവ് വെച്ച് തന്നെ മൂടി വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ലോ മീഡിയം ടൈപ്പ് ആവാൻ ശ്രദ്ധിക്കുക. ഒരു 50-55 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയാൽ ഒരു ഫോർക്ക് കൊണ്ട് കുത്തി നോക്കി അറിയാൻ സാധിക്കും. മാവ് നല്ലപോലെ കേക്ക് തയ്യാറായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അടിപൊളി കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. താങ്ക് യു.